friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് could, would, should എന്നീ മൂന്ന് വാക്കുകളെ കുറിച്ചാണ്. എപ്പോൾ ലൈവ് പോയാലും ഒരു 10 പേരെങ്കിലും ഈ ഒരു ഡൗട്ട് തന്നെ എപ്പോഴും ചോദിക്കും. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് നമ്മൾ ഇന്ന് മാറ്റാൻ പോവാണ്. എവിടേക്കാണ് could യൂസ് ചെയ്യുന്നത്, would യൂസ് ചെയ്യുന്നത്, should യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് തുടങ്ങാം. could എന്ന വാക്കിൻ്റെ ഫസ്റ്റ് യൂസേജ് വരുന്നത് ടു സജസ്റ്റ് എ പോസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു സാധ്യതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെയാകാം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഇങ്ങനെ നടന്നു തരാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൽ ഒരു ബുക്ക് കിടക്കുന്നുണ്ട്. അപ്പം ഞാനത് എടുത്തു. ഞാനിങ്ങനെ തിരിച്ച് ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് നോക്കി, പേരെഴുതിയിട്ടില്ല, ആരുടെയാണെന്ന് അറിയില്ല. ഞാൻ അപ്പം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇത് നിൻ്റെ ആണോ? അപ്പം അവൾ തുറന്നിങ്ങനെ നോക്കിയിട്ട് അവൾ പറഞ്ഞു, ഇത് ആരുടെയാണെന്നറിയില്ല, പക്ഷേ രാഹുലിൻ്റേതാകാം. ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് ഇത് രാഹുലിൻ്റേതാകാം. അപ്പോൾ ഇത് രാഹുലിൻ്റേതാകാം, അതൊരു പോസിബിലിറ്റി ആണല്ലേ, ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് നമുക്ക് ഇങ്ങനെ പറയാം, ഇറ്റ് കുഡ് ബി രാഹുൽസ് ബുക്ക് എന്ന് വെച്ചാൽ ഇത് രാഹുലിൻ്റെ ബുക്ക് ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ട് കുഡ് ബി നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് കുഡ് ബി രാഹുൽസ് ബുക്ക്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, നമ്മളൊരാളെ ഇങ്ങനെ കണ്ടു. നമ്മളിങ്ങനെ ആളെ കണ്ടിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയാണ്, എടാ ഇത് നമ്മുടെ രേഷ്മയുടെ അച്ഛനല്ലേ, രേഷ്മയുടെ അച്ഛനല്ലേ? അപ്പോൾ അവിടെ ഒരു സാധ്യതയാണ് അല്ലേ, രേഷ്മയുടെ അച്ഛനല്ലേ, അതൊരു സാധ്യതയാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? സാധ്യതയെക്കുറിച്ച് എങ്ങനെ ചോദിക്കാം? കുഡ് ഹി ബി രേഷ്മാസ് ഫാദർ? ഞാൻ ബ്രദർ എന്ന് ഇട്ടേക്കുന്നത് ഫാദർ, നമുക്ക് മാറ്റാം. കുഡ് ഹി ബി രേഷ്മാസ് ഫാദർ? അച്ഛൻ ആണോ, അത് അവളുടെ അച്ഛനാണോ, ആയിരിക്കുമോ എന്നുള്ള സാധ്യതയെക്കുറിച്ച് ചോദിക്കുമ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? കുഡ് യൂസ് ചെയ്യാം. സോ കുഡ് മേജറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ടോക്ക് അബൌട്ട് എ പോസിബിലിറ്റി, ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാനും ചോദിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത കുഡിൻ്റെ യൂസേജ് വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂസേജാണ്. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് നീങ്ങുമോ, ഒന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ, ഒന്ന് നീങ്ങുമോ, ഒന്ന് മാറിയിരിക്കുമോ, അതൊന്ന് എടുത്ത് തരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് കുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കുഡ് യു പ്ലീസ് മൂവ്? ഒന്ന് നീങ്ങിയിരിക്കും. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒരു സീറ്റിൽ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷെ കുറച്ചുകൂടി നീങ്ങണ ആൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കും? നമുക്കിങ്ങനെ ചോദിക്കാം, കുഡ് യു പ്ലീസ് മൂവ്? ഒന്ന് നീങ്ങുമോ, കുറച്ചൊന്ന് നീങ്ങുമോ? അടുത്ത എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പം എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ പേപ്പർ വേണം. അപ്പം നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് പാസ് ദ പേപ്പർ? എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ആ പേപ്പർ ഒന്ന് തരുമോ? ഓക്കെ, പേപ്പർ ഒന്ന് തരുമോ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമോ, എന്തെങ്കിലും ഒന്ന് തരുമോ, പറയുമോ? ഇങ്ങനത്തെ കേസസിലെല്ലാം റിക്വസ്റ്റ് ആയിട്ട് ഒരാളുടെ അടുത്ത് റിക്വസ്റ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വുഡിൻ്റെ യൂസേജ് ആണ്. വുഡ് എന്ന് പറയുന്നത് സിമിലർ യൂസേജ് വരുന്നുണ്ട് കുഡുമായിട്ട്. അതായത് നമുക്ക് എന്തെങ്കിലും പൊളൈറ്റ് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം, അപേക്ഷിക്കുകയാണ്, ചെയ്തോട്ടെ, ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെ തന്നാലോ, ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല, അതിനും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വുഡ് യു ലൈക്ക് സം ടീ? കുറച്ച് ചായ നിങ്ങൾക്ക് വേണോ, കുറച്ച് ചായ നിങ്ങൾക്ക് തരട്ടെ, വേണോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. മറ്റൊരു സെൻറ്റൻസ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, വുഡ് യു ലൈക്ക് എനിത്തിങ് എൽസ്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ എന്നുള്ള അർത്ഥത്തിലും നമുക്ക് വുഡ് യൂസ് ചെയ്യാം. സോ പൊളൈറ്റ് റിക്വസ്റ്റ്. ഇപ്പം നമ്മൾ കുഡിൻ്റെ എക്സാമ്പിളിൽ കുഡ് യു മൂവ് എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് വുഡ് യു പ്ലീസ് മൂവ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് എന്നൊക്കെ ചോദിക്കാം. സോ ആ ഭാഗത്തെല്ലാം നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ബേസിക്കലി നമുക്ക് റിക്വസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് വുഡിൻ്റെ മെയിൻ യൂസേജ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വുഡ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു യൂസേജിലാണ്, അതായത് ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ. എന്താണ് ഈ ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻ? അതായത് നമ്മൾ പറയാണ്, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ബോട്ട് വാങ്ങിക്കണം എന്നുണ്ട്. അപ്പം ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു ഇമാജിനേറ്റീവ് സിറ്റുവേഷനാണ്. അതായത് ഇല്ലാത്ത പൈസയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഇല്ലാത്ത ബോട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പൈസയില്ല, നമ്മുടെ കയ്യിൽ ബോട്ട് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച്, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം എന്നുള്ള ഹൈപ്പത്തറ്റിക്കൽ സിറ്റുവേഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ വുഡ് യൂസ് ചെയ്യും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ബോട്ട് വാങ്ങിയേനെ, അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി പൈസ ഉണ്ടാകുവാണെങ്കിൽ ഞാൻ ഒരു ദിവസം ഒരു ബോട്ട് വാങ്ങിക്കും. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇഫ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് മണി, എനിക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഓൺ എ ബോട്ട് വൺ ഡേ. ഒരു ദിവസം എനിക്കൊരു ബോട്ട് വാങ്ങിക്കണം, ഏതെങ്കിലും ഒരു ദിവസം എനിക്കൊരു ബോട്ട് വാങ്ങിക്കണം എന്നുണ്ട്, അല്ലെങ്കിൽ ബോട്ട് ഓൺ ചെയ്യണം എന്നുണ്ട്. ഓൺ എ ബോട്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓൺ എ ബോട്ട് എന്ന് വെച്ചാൽ ബോട്ട് സ്വന്തമാക്കുക, അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥയാകുക
എന്നുള്ള സെയിം അർത്ഥമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്ന ഈ സിറ്റുവേഷനിലാണ്. ഓക്കെ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വോട്ട് വാങ്ങിയേനെ, അല്ലെങ്കിൽ ഞാൻ പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഒരു വീട് വെച്ചേനെ എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മൾ വുഡ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷുഡ് എന്ന വാക്കിനെ കുറിച്ചിട്ടാണ്. ഷുഡ്, കുഡ്, വുഡ്, ഇതിൽ നമ്മൾ 3 വാക്കുകൾ നോക്കിയാൽ ഇതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന വാക്കാണ് ഷുഡ്. കുഡും വുഡും തമ്മിൽ കുറച്ച് സാമ്യമൊക്കെ ഉണ്ടെങ്കിലും ഷുഡും ഈ 2 വാക്കുകളായിട്ട് സാമ്യം തന്നെ കാണാൻ പറ്റില്ല. സോ ഷുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു എക്സ്പ്രസ് സംതിങ് ദാറ്റ് ഇസ് പ്രോബബിൾ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രോബബിൾ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നടക്കാൻ നല്ല സാധ്യതയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ. അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്. പ്രോബബിൾ എന്ന് വെച്ചാൽ നടക്കാൻ നല്ല സാധ്യതയുണ്ട്, ഒരു പ്രോബബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് വെച്ചാൽ നടക്കാൻ നല്ല സാധ്യതയുള്ള കാര്യമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വാക്ക്. അപ്പോൾ നടക്കാൻ നല്ല സാധ്യതയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ജോൺ ഷുഡ് ബി ഹിയർ ബൈ 2 PM. ജോൺ 2 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. ഓക്കെ, ഇവിടെ എത്തേണ്ടതാണ് ജോണ്. സോ ഇതെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ നല്ല സാധ്യത ഉള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഇവിടെ പറയാണ്. ജോൺ ഷുഡ് ബി ഹിയർ അറ്റ് 2 PM എന്ന് പറയും. ബൈ 2 PM എന്ന് വെച്ചാൽ 2 മണിക്ക് മുന്നേ, 2 മണിക്കുള്ളിൽ ജോൺ ഇവിടെ എത്തേണ്ടതാണ്. ഇനി അടുത്ത യൂസേജ് എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷുഡ് വി ടേൺ ലെഫ്റ്റ് അറ്റ് ദിസ് സ്ട്രീറ്റ്? അതായത് നമ്മൾ സ്ട്രീറ്റിൽ എത്തിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിയണോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് ക്വസ്റ്റ്യൻ വേർഡിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഷുഡ് വി ടേൺ ലെഫ്റ്റ് അറ്റ് ദിസ് സ്ട്രീറ്റ്? നമ്മൾ ഈ സ്ട്രീറ്റിൽ എത്തിയതിന് ശേഷം ലെഫ്റ്റ് തിരിയണോ? ഷുഡ് വി ഇൻവൈറ്റ് ഹിം? നമ്മൾ അവനെ ക്ഷണിക്കണോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത യൂസേജ് നമുക്ക് നോക്കാം. ടു ഷോ ഒബ്ലിഗേഷൻ, ടു ഗിവ് റെക്കമെൻഡേഷൻസ് ഓർ ഈവൻ ആൻ ഒപ്പീനിയൻ. അതായത് എന്തെങ്കിലും നമ്മുടെ കടമയാണിത്, അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടോ, എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയണമെങ്കിലോ, നമ്മളുടെ ഒരു അഭിപ്രായം, ഒപ്പീനിയൻ രേഖപ്പെടുത്തണമെങ്കിലോ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, സിറ്റുവേഷൻസ് നോക്കാം. എൻ്റെ ഒരു ഫ്രണ്ട് വന്നിങ്ങനെ പറയാണ്, എടാ എനിക്ക് ഭയങ്കര വയറുവേദനയാണ്, 2-3 ദിവസമായിട്ട് ഭയങ്കര വയറുവേദനയാണ്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ അവനോട് പറയാണ്, ഞാൻ അവനോട് റെക്കമെൻഡ് ചെയ്യാണ്, ഓക്കെ, യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ് ഫാസ്റ്റ് ഫുഡ്. അതിൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. ഓക്കെ, നീ അത് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു റെക്കമെൻഡേഷനാണ് എൻ്റെത്. അപ്പോൾ അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി നമ്മൾ ബേസിക്കായിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. ചെയ്യണം, നീ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് നിർത്തണം. യു ഷുഡ് സ്റ്റോപ്പ് ഹാവിങ് ഫാസ്റ്റ് ഫുഡ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങൾ വെറുതെ ഇരിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി. അപ്പം ഞാൻ ഒരു അഭിപ്രായം പറയാണ്, എന്താ ചെയ്യുക, എവിടെ പോവും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ അഭിപ്രായം പറയാണ്, വി ഷുഡ് ഗോ ടു ദ പാർക്ക്. അതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ ഒപ്പീനിയനാണ്. വി ഷുഡ് ഗോ ടു ദ പാർക്ക്. ഓക്കെ, വി ഷുഡ് ഗോ ടു ദ പാർക്ക്. അപ്പം നമുക്ക് പാർക്കിലോട്ട് പോവാം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഷുഡ് യൂസ് ചെയ്യാം. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനായിട്ട്, അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഇനി പിന്നെ എപ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു ഒബ്ലിഗേഷൻ്റെ കാര്യം പറയുമ്പോൾ, അതായത് ഇന്ന കാര്യം നീ ചെയ്യണം, അതെൻ്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിൽ ഒരു കമാൻഡ് പോലെ പറയുമ്പോഴും നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന്, നീ നാളെ 9 മണിക്ക് എത്തണം, നീ ഇവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ലിഗേഷനാണ്, അതിൻ്റെ ഡ്യൂട്ടിയാണ് നിൻ്റെ, അത് തറപ്പിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു ഷുഡ് ബി ഹിയർ അറ്റ് 9 AM ടുമോറോ, അല്ലെങ്കിൽ യു ഷുഡ് കം ടു ദ ഓഫീസ് ടുമോറോ. അപ്പം നിർബന്ധമായിട്ടും ചെയ്യണം, കാരണം അത് നിൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് അസേർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്തും നമുക്ക് ഷുഡ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്നിവിടെ പഠിച്ചത് കുഡ്, വുഡ്, ഷുഡ് എന്നീ 3 വാക്കുകളുടെ ഉപയോഗങ്ങളാണ്, യൂസേജാണ്. പലർക്കും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ദയവായി അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, ഉറപ്പായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു, ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കൗൺസിലറുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് പറ്റിയ, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.
ഇംഗ്ലീഷ് മിത്ര. വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.